ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഏരിയ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റാണ്. അപ്പോൾ ഓൾറെഡി പ്രിഫറൻസ് ഷെയർസിൽ ഹോൾഡിംഗ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഡിവിഡൻ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് കൂടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡിവിഡൻറ്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡിവിഡൻറ്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഡിവിഡൻറ്റിൽ തന്നെ 2 ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അക്വിസിഷന് മുന്നെയാണ് ഡിവിഡൻറ്റ് പേ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനിയുടെ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോസ്റ്റ് ഓഫ് ഷെയർസിൽ നിന്നും ഈ ഒരു ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കൂടെ ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഷെയർസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം ഈ ഒരു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു കൺസേൺ എമൗണ്ട് എത്രയാണോ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് അത് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു 2 ഏരിയയിൽ മാത്രമേ ഉള്ളൂ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്യുന്ന ഡിവിഡൻറ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ വരുന്നില്ല. കാരണം ഇത് അക്വിസിഷന് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു ഡിവിഡൻറ്റ് പേ ചെയ്തിരിക്കുന്നത്. അതായത് അക്വിസിഷന് മുന്നേ ഹോൾഡിംഗ് കമ്പനി റിസീവ് ചെയ്തിരിക്കുന്ന ഡിവിഡൻറ്റാണിത്. ഇനി ഇതല്ല, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്വിസിഷന് ശേഷം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സബ്സിഡിയറി കമ്പനി ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഇങ്ങനത്തെ കേസിൽ ഇതിന് നോർമലി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഒരു ഇൻകം നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കറണ്ട് ഇയർ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് കമ്പനി ചെയ്യേണ്ടതുള്ളൂ. ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എത്രയാണോ ഡിവിഡൻറ്റ് അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്രീ അക്വിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഷെയർസിൽ നിന്ന് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരൈറ്റമാണ്. അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഡിവിഡൻ്റ് ആയിരിക്കാം, എന്നാൽ അതേസമയം ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻ്റ് ആയിരിക്കാം. അതായത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കേസ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആകാം. കമ്പനി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല, പ്രൊപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ ഡിവിഡൻറ്റ്. ഇതിൻ്റെയും പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് വരുന്ന കേസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ ഡിവിഡൻറ്റിൻ്റെ കേസ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നുണ്ടാവുക. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് 31 ഡിസംബർ 2014 ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഇവിടെ അസറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് തന്നിട്ടുണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 16,000 ഇക്വിറ്റി ഷെയർസ് ആണ്. അതായത് പ്രിഫറൻസ് ഷെയർസിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ദെൻ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഷെയർ ക്യാപിറ്റൽ, ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ 24,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ 2,40,000 ആൻഡ് സബ്സിഡിയറി കമ്പനിയുടേത് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 2 lakhും തന്നിട്ടുണ്ട്. ദെൻ ജനറൽ റിസർവ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. 1 ജാനുവരി 2014 ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അതുകൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ ബാലൻസും കൂടെ തന്നിട്ടുണ്ട്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് വേറെ
പ്രത്യേകിച്ച് ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് എച്ച് ലിമിറ്റഡ് അക്വയർഡ് 16,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഓൺ 30th July 2014. അപ്പോൾ 30th ജൂണിൽ. അപ്പോൾ 6 മന്ത് പ്രീ അക്വിസിഷനും 6 മന്ത് പോസ്റ്റ് അക്വിസിഷനാണ് സാധാരണ നോക്കുക. പക്ഷേ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്, പോസ്റ്റ് അക്വിസിഷൻ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകേണ്ടതില്ല, ഇതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ എക്വയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബാലൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി എച്ച് ലിമിറ്റഡ് റിസീവ്ഡ് 10% ഡിവിഡൻഡ് ഫോർ ദ ഇയർ 2013. അപ്പോൾ എന്താ 2013 മീൻസ് നമ്മൾ എക്വയർ ചെയ്യുന്നതിന് മുന്നുണ്ടായിരുന്ന ഡേറ്റാണ്. ഈ ഒരു ഡേറ്റ് വെച്ചുകൊണ്ടാണ് ഇവിടെ 10% ഡിവിഡൻഡ് ഹോൾഡിംഗ് കമ്പനി റിസീവ് ചെയ്തിരിക്കുന്നത്. അതായത് സബ്സിഡിയറി കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 16,000 ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് 10% ഡിവിഡൻഡ് കമ്പനി 2013 റിസീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ക്രെഡിറ്റഡ് ടു ദ P&L അക്കൗണ്ട് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ അക്വിസിഷന് മുന്നേ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ ഡിവിഡൻഡ്, സബ്സിഡിയറി കമ്പനീൻ്റെ ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഐറ്റത്തിന് ഡിഡക്റ്റ് ചെയ്യണം. ഈ ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എടുക്കേണ്ട ഐറ്റം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കുക, ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട. കാരണം ഇത് 2013 അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിവിഡൻഡ് പേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി നമ്മളുടെ ബാലൻസ് ഷീറ്റിലേക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആൻഡ് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേഷനിലും മാത്രം ഈ ഒരു ഡിവിഡൻഡ് കൺസിഡർ ചെയ്താൽ മതി. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഷെയർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനറിയാം. അതുപോലെ റവന്യൂ പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 എമൗണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് ഇയർത്തെയും ലാസ്റ്റ് ഇയർത്തെയും തന്നിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ഇയർത്തെ ബാലൻസ് 80,000 ആണ്, വിച്ച് മീൻസ് പോസ്റ്റ് അക്വിസിഷൻ 80,000 ആണ്, പ്രീ അക്വിസിഷൻ 32,000 ആണ്. പക്ഷേ പോസ്റ്റ് അക്വിസിഷനിൽ തന്നെ 6 മന്തിലേക്കുള്ളത് മാത്രം, അതായത് ജൂലൈ 1, 2014 മുതലുള്ളത് മാത്രമേ ഉള്ളൂ റവന്യൂ പ്രോഫിറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അത് മുതലുള്ള 6 മന്തിൻ്റെ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റായിട്ടും ബാക്കി 6 മന്തിൻ്റെ പ്രോഫിറ്റും പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലാതെയും തന്നിട്ടുണ്ട്, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് പ്രീ അക്വിസിഷനായിട്ട് എടുക്കേണ്ടത്. അതായത് 80,000-ൽ 40,000 6 മന്തിലുള്ളതാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്, 6 മന്തിലുള്ളത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 80,000-ൽ നിന്ന് 40,000 6 മന്ത് പ്രോഫിറ്റ് ലെസ് ചെയ്ത എമൗണ്ട്, ബാക്കി 40,000 മാത്രമാണ് റവന്യൂ പ്രോഫിറ്റ്. അത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ജനറൽ റിസർവിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ട്, പ്ലസ് നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 6 മന്ത് ജൂൺ 30 വരെയുള്ള ബാലൻസ് കൂടെ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. പിന്നെ അടുത്തത് കാണാനുള്ളത് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേഷനാണ്. ഇവിടെയാണ് ഡിവിഡൻഡ് നിങ്ങൾ നോക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിവിഡൻഡ് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഷെയർസിൽ നിന്ന് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഡിഡക്റ്റ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ എത്ര പാർട്ടാണ് എന്നുള്ളത് ഡിഡക്റ്റ് ചെയ്യും. പ്ലസ് നമ്മൾ ഈ ഒരു ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കൂടെ ഡിഡക്റ്റ് ചെയ്യണം. 16,000 ഷെയർസാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് ₹10 ഈച്ചാണ്
സോ 1,60,000 അതിൻ്റെ 10% ആണ് ഡിവിഡൻറ്റ്, നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആക്ച്വൽ കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഈ ഒരു എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഷെയർസിന് എന്തൊക്കെ എമൗണ്ട് ഒഴിവാക്കിയാലാണ് നമുക്ക് അതിൻ്റെ ആക്ച്വൽ വാല്യൂവിൽ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഡിവിഡൻറ്റ് ഇവിടെ ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റം ആണെന്നുള്ളത് ആ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ എന്ത് ചെയ്യണം, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഈ ഒരു ഡിവിഡൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. സാധാരണ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിനോട് കൂടെ കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയർ അതുകൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ബാലൻസ് ഉണ്ട്, കഴിഞ്ഞ ഇയർത്തിയും ഈ ഇയർത്തിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ട്. ആ 2 ബാലൻസും ആഡ് ചെയ്യുക. അതിനോട് കൂടെ കറണ്ട് ഇയറിലെ സബ്സിഡിയറി കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയർ അതുകൂടെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ള ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ നേരത്തെ ഡിഡക്റ്റ് ചെയ്ത സെയിം എമൗണ്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടെ റീച്ച് ചെയ്യാം. 1,52,000 ആയിരിക്കും നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സ്ട്രാ ഇവിടെ ഐറ്റംസ് ഒന്നും തന്നെ വരുന്നില്ല. ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 3 ഐറ്റമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ റിസർവും ആൻഡ് ഓൾറെഡി ഉള്ള ജനറൽ റിസർവ് ആൻഡ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസും. ഇത്രയാണ് ഇവിടെ ഈ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. ഇതിൽ ഡിവിഡൻറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.